ഇനി നീ എവിടേക്കോടും നിന്നെ രക്ഷിക്കേണ്ടവർ തന്നെ നിനക്കെതിരായി മാറി. നിങ്ങളെ അറിഞ്ഞുകൊണ്ട് ചതിക്കുമായിരുന്നല്ല, നിങ്ങളുടെ വാക്ക് വിട്ടതല്ലേ. എല്ലാം ഞാൻ ചെയ്തത്. പക്ഷേ ഇപ്പൊ എല്ലാം പരിപാടിക്ക് നേരത്തെ കഥ സ്ഥലം കുറിച്ച് ഇറക്കിക്കാതെ തൊള്ള കൂട്ട് ബലാലെ ഐറ്റിനോട് നാമം ചെല്ലണച്ച് കണ്ടില്ലേ? അല്ല അന്റെ കച്ചവടം ഉത്സവത്തിന് ഇക്കുറിയില്ലേ? എന്താ കാവിലെ ഉത്സവത്തിന് തെറ്റത്തിന്റെ കടിയിൽ കൈനീട്ടം വാങ്ങാതെ ഞമ്മള് പൂരക്കച്ചവടം എന്തെങ്കിലും ചെയ്തിക്കണോ? വർത്താനം കുറിച്ച് വേണം നടന്നാ ചെയ്തു. പൂരത്തിന് പണിക്ക് വന്ന അങ്ങേ കരയിലോർക്ക് തിന്നാനും കുടിച്ചാനുള്ളതാ എന്റെ കജില്. അങ്ങോട്ട് നടക്കാന്നാല് ഇന്ന് പന്തിക്ക് ഓരോ പണി കൂടാ പോവാണ്. നീ എന്താ തട്ടി കളിക്കണത്? ആ വെളിച്ചങ്ങനെ മുന്നിക്ക് കാണിക്കുന്നത് നിങ്ങൾക്കത് പറയാം. ഈ സ്ഥലേ അത്ര നല്ല സ്ഥലമല്ല. നീയേ ശരിയല്ല. അല്ല ഷാനെ, ഈ നാട്ടില് പ്രേതം പറയണത് ശരി തന്നെ. നീ ആ പന്തം തട്ടി നടന്നേ നിന്റെ മുഖം കണ്ടിരുന്നതിന് എനിക്ക് പേടിയാവണ്. ഒരു കഥ പറയാം. പേടിക്കോ നീ? ഇല്ല, പേടിക്കൂല. പണ്ട് അച്ഛന്റെ ഒക്കെ ചെറുപ്പകാലത്ത് തനിച്ച് രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുന്നവരൊക്കെ തന്റെ മായാവലയത്തിലാക്കി വഴി തെറ്റിക്കണ പൊട്ടിച്ചൂട്ടുണ്ടായിരുന്നു. കണ്ണിനെയും മനസ്സിനെയും നിശ്ചലമാക്കി അപകടപ്പെടുത്താൻ ഒളിഞ്ഞും തെളിഞ്ഞും മാറിയും മറിഞ്ഞും പിറകെ കൂടുന്ന പൊട്ടിച്ചൂട്ട്. എന്നിട്ട് ഒരിക്കൽ അച്ഛനെ പൊട്ടിച്ചൂട്ട് വഴി തെറ്റിക്കുകയുണ്ടായി. എന്താ അച്ഛനെയോ? പറ. എന്നിട്ട് ഒരു കുട്ടിയെ ഇറങ്ങിക്കോ, പാടത്തെ പന്നിക്കൂട്ട് ഇറങ്ങിയിട്ടുണ്ട്. വരോ ഈ അന്യ പറയില്ലാട്ട് ഞാനിവിടെ നോക്കാം. ദൂരെ ഒരു ചൂട്ട് കത്തറ് പൊട്ടിച്ചൂട്ടാണെന്നാ തോന്നുന്നത്. എവിടെ? അല്ല എവിടെ? ഒറ്റ ഒന്നങ്ങോട്ട് പൊട്ടിച്ചാണ്ടല്ലോ. എവിടെയാണ് ഞാനല്ല ചോദിക്കേണ്ട പേരോ? കണ്ട് ഞാൻ കണ്ടതാണ്. ചാരായ ഇരിപ്പുണ്ടോ പേരോ കയ്യില്? 2 കുപ്പിണ്ടേന്ന്. ഒന്ന് ഞാൻ തീർത്ത്. വെറുതെ അല്ല ചൂട്ടും പന്തവും കുന്തവും കാണണേ.
അങ്ങനെങ്കിൽ മറ്റേ കുപ്പിക്കിട്ട് എടുത്ത ഞാനും ചൂട്ടും പന്തം കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ. കളിയാക്കണ്ട പോരൂ. എന്നാ പൊട്ടി അങ്ങനെ മാടി പിടിക്കും. അതിലങ്ങോട്ട് പെട്ടാ പിന്നെ പെട്ടത് തന്നെയാ. ഓ ഓ ഓ ഓ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ ആ ഓടിയം വന്ന പിടിച്ച് ഞാൻ അങ്ങോട്ട് ഓടിച്ചു. പൊട്ടി വന്നാലേ നാലങ്ങോട്ട് പൊട്ടിച്ചു. അതറിയണവര് കോരൂന്റെ അടുത്തേക്ക് കളിച്ചാൻ വരൂല വരുമോ? പൊട്ടി. ആ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ആ പൊട്ടിയുടെ കളിയാ. അവന്റെ പോട്ട ആ പന്നി വാങ്ങിയപ്പോ കുപ്പി പൊട്ടിയ കാര്യ പറഞ്ഞേ. ഓനൊരു പൊട്ടിയും ചൂട്ടും. കോഴിക്കുട്ടിയെ ഇതിപ്പോ എന്നും കാവലിരിക്കേണ്ടി വരുമല്ലോ. ഈ പന്നിയാണ് ഇതൊക്കെ തിന്ന് തീർത്താപ്പോ കാവിലെ വേലയ്ക്ക് കൊടുക്കാൻ കൂടി വിളവുണ്ടാവില്ലല്ലോ. അന്റെ ഓരി ഇക്കുറെങ്കിലും കൊടുക്കുന്നുണ്ടോ? കാവിന് കൊടുക്കാനല്ലല്ലോ വരുമോ ഞാൻ കൃഷി ചെയ്യണേ. അവനാന്റെ പള്ളേക്കാക്കിയ അതിനൊക്കൂരൊന്നും. ഇക്കുറിയരും ഇത് കാവിലെ വേലയ്ക്ക് കൂട് പോരോ? കാവക്ക് ഞമ്മളില്ലേ. കള്ള് ഷാപ്പൊക്കെ വേണമെങ്കിൽ മുന്നിക്ക് ഞാണ്ട്. നിന്റെ വിളവിലൊരു ഓരി കാവിലമ്മയ്ക്ക് തന്നെയാ. എല്ലാ പ്രശ്നത്തിനും പ്രയാസത്തിനും കാവിലമ്മയാ കാത്തത്. വിശ്വാസം ഇല്ലേലും നിന്ദിക്കണ്ട പോരോ. ഇക്കുറി കാവിലെ വേലയ്ക്ക് ആട്ടവും പാട്ടും ഒക്കെ ഉണ്ടെന്നാ പറയണേ. ഈ വന്നില്ലേലും അന്നെ ഞാൻ കൊണ്ടുപോകും. ഈ നാടിനെയും എന്നും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. നാടൻ നാട്ടുകാർ ഒത്തൊരുമിച്ച് രാവിലെ കുറിച്ച് സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ അമ്മയുടെ മനസ്സിലൊക്കെ തലമുറകൾ മാറത്തോറും തന്റെ ചിന്തകളും ആചാരങ്ങളെല്ലാം പതുക്കെ മറന്നു കൊടുക്കുന്ന കുട്ടികളുണ്ടോ? വഴിയെത്തി പോകുന്ന ഉണ്ണികളിൽ ഇനിയുണ്ടാകും. അവർക്ക് വെളിച്ചം നൽകാൻ കാവിലമ്മ കൂട്ടിയുണ്ടാവും. ഓരോ തലമുറയും തങ്ങളുടെ വൈദ്യുതത്തെ ചേർത്ത് പിടിച്ച് വിശ്വാസത്തെ വളർത്തുക. ആ വിശ്വാസമാണമ്മ പിടയുന്ന മനസ്സുകളെ കൈപ്പിടിച്ച് നിർത്തുന്നവളാണമ്മ. വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടാവുമമ്മ. അമ്മയുടെ കൽപ്പന കേട്ടില്ലേ നീ? കേൾക്കാതെ ഇരിക്കാൻ എനിക്ക് ചെവിക്ക് കേടൊന്നുമില്ലല്ലോ വരുമോ? എല്ലാത്തിനും എതിർത്ത് ദോഷം വരുത്തണ്ട പോരോ. കാവിലമ്മ വെറും ഒരു വിശ്വാസം മാത്രമല്ല, ജീവിതത്തിലൊരു ആശ്വാസം കൂടിയാ. ഇത് വേഗം അങ്ങോട്ട് നടന്ന ഇരുട്ടോട് ഇരുട്ട്. കാവിലമ്മ ഉത്സവം കൊടിയേറ്റ് പാട്ട് കൂത്ത് എന്നും പറഞ്ഞ് ഇനി എന്നെ വിളിക്കരുത് വരുമോ? അതിലാരോ ചൂട്ട് കൊണ്ടുപോയല്ലോ വരുമോ? എവിടെ? കോഴിക്കുട്ടി വഴി തിരിക്കണ്ട, പൊട്ടിച്ചുട്ടാ. ഇനി ഇവിടെ നിൽക്കണ്ട, ഓടിക്കോ. നിനക്ക് പേടില്ലേ? നീ പോ. കോരൂനെ വഴി തിരിക്കാൻ വരുന്നവർ ഒഴിക്കാം. കോരൂനറിയാം.
ഒന്നിലും വിശ്വാസമില്ലാതെ ഇരുന്ന എന്നെ നീ രക്ഷിച്ചു. കൂടെയുള്ളവരൊക്കെ ഭയപ്പെട്ടോടി. എന്നെ വഴിതെറ്റിക്കാനെത്തിയ പൊട്ടിച്ചൂട്ടിന്റെ കരങ്ങളിൽ അകപ്പെടാതെ എന്നെ കാത്തു. ഒന്നിനോടും ഭയമില്ലാത്ത, ബഹുമാനമില്ലാത്ത, ഭക്തിയില്ലാത്ത എന്നെ വലിയൊരു പാഠം നീ പഠിപ്പിച്ചു. അമ്മയ്ക്ക് വേണ്ടി, ഈ കാവിന് വേണ്ടി എന്നാൽ കഴിയുന്നതല്ല എന്റെ മരണം വരെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ജനിച്ച കുലം, എന്റെ നാടിന്റെ പൈതൃകം, ഞാൻ ജീവിതത്തോട് ചേർക്കേണ്ട ആചാരനുഷ്ഠാനങ്ങൾ എല്ലാം പാലിക്കുന്നതോടൊപ്പം വരും തലമുറയെ ചിട്ടയായ ജീവിതത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കതായ പഠനം ഞാൻ നൽകും. അമ്മേ, കാവിലമ്മേ. കാവിലമ്മ രക്ഷിച്ചല്ലേ? ഇന്നും ഒറ്റപ്പെടുത്തി വഴിതിരിക്കുന്ന പൊട്ടിച്ചൂട്ടുണ്ടോ അച്ഛമ്മേ? ഈ പുതിയ കാലത്ത് ഒറ്റപ്പെടുത്തി വഴി തെറ്റിച്ച് അപകടപ്പെടുത്താൻ വരുന്നത് ചൂട്ടേന്തിയ പൊട്ടിയല്ല, മനുഷ്യരാ. വാക്കുകൊണ്ടും വർത്താനം കൊണ്ടും മനുഷ്യനെ പാട്ടിലാക്കി മനുഷ്യനെ ഇല്ലാതാക്കുന്ന മനുഷ്യൻ ചൂട്ടിന് പകരം കത്തിയും കഠാരയും പോലുള്ള ആയുധങ്ങളുമായും ലഹരിയും പണവും പോലുള്ള ആളെ മയക്കുന്ന വിഭവങ്ങളുമായും ഇന്നും നമുക്കിടയിൽ എവിടെയൊക്കെയോ പൊട്ടികളുണ്ട്. പുതിയ കാലത്തിന്റെ പൊട്ടികൾ സൂക്ഷിക്കണം. മനുഷ്യൻ മനുഷ്യനെ കൊല്ലേ? എന്തിന്? മോള് ജനിക്കും മുമ്പ് മോളുടെ അച്ഛൻ ജയൻ അങ്ങനെ പുതിയ കാലത്തിന്റെ പൊട്ടികളുടെ കത്തിക്ക് ഇരയായതാ. അവൾ ഗർഭിണിയാണ്. എന്റെ കുഞ്ഞിനെ കാണണം, എനിക്ക് ജീവിക്കണം. അച്ഛനെ പോലെ തന്നെയായിരുന്നു. ആരെയും ഭയമില്ല, ബഹുമാനമില്ല. കാവിലൊന്ന് കുളിച്ചു തൊഴാൻ പറഞ്ഞാ പോലും അച്ഛമ്മേ, കാവിലേക്ക് ചെല്ലി, അച്ഛമ്മ പതുക്കെ അങ്ങ് എത്തിക്കോളാം.
ജീവിക്കാൻ. അച്ഛനെ പല ദുഷ്ടന്മാരുടെയും കൈകളിൽ നിന്ന് രക്ഷിച്ചത് നമ്മടെ കാവിലമ്മയാ. വലിയൊരു വിപത്തിന്ന് കരകയറ്റി എന്റെ മോളെ ചേർത്ത് പിടിക്കാൻ പുതുജീവൻ നൽകിയ കാവിലമ്മയ്ക്കുള്ള വഴിപാടാ ഈ വേഷം ധരിച്ച് കാവിലെ വേലയ്ക്ക് ചുവട് വെക്കുക എന്നത്. ഭയം, ഭക്തി, ബഹുമാനം ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന വലിയ ശീലങ്ങൾ. വിശ്വാസത്തെ മുറുകെ പിടിച്ച് ഭക്തിയുടെ മധുരമുള്ള പഠിക്കുന്ന പാഠങ്ങൾ, സ്വായത്തമാക്കുന്ന അറിവുകൾ ഈ സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്താൻ നമ്മുടെ മക്കൾക്ക് കൈത്താങ്ങാവേണ്ടത് നമ്മൾക്ക്. വഴിതിരിച്ചു കൊണ്ടുപോകുന്ന പുതുതലമുറയിലെ പൊട്ടികളിൽ നിന്ന് നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഈ തട്ടകത്തിലെ ദേവീദേവന്മാരെ സാക്ഷി നിർത്തി സ്വന്തം മക്കൾക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം ഭക്തിയുടെ പ്രാധാന്യവും ബോധ്യപ്പെടുത്താമെന്ന പ്രതിജ്ഞയോടുകൂടി നമുക്ക് പിരിയാം. നാടകരചന സംവിധാനം ശബരീഷ് കെ കാരക്കുല. അവതരണം ഇരുവേറ്റി കലാസമിതി.